Hello everyone. Today we are discuss about coordination process or steps in coordination. The following steps are necessary to achieve coordination. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേഷൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സാണ്. അതായത് ഒരു കോർഡിനേഷൻ പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യണം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് അതോറിറ്റി ഷുഡ് ബി ഡെലിഗേറ്റഡ്, അക്കൗണ്ടബിലിറ്റി ഈസ് ടു ബി ഇമ്പോസ്ഡ് അറ്റ് ഓൾ ലെവൽസ്. Authority delegation and imposition of accountability should be clear, balanced and integrated. കോർഡിനേഷൻ എഫക്റ്റീവായിട്ട് നടത്തണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് അതോറിറ്റി പ്രോപ്പറായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് അധികാരം ആർക്ക് ഓരോ വർക്കേഴ്സിനും അവർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും, വർക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വർക്ക് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട അധികാരം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ടബിലിറ്റി എല്ലാ ലെവൽസിലും, അതായത് ടോപ്പ് ലെവലാണെങ്കിലോ മിഡിൽ ലെവലാണെങ്കിലോ ലോവർ ലെവലാണെങ്കിലോ എല്ലാ ലെവൽസിലും അക്കൗണ്ടബിലിറ്റി ഇമ്പോസ് ചെയ്യുക. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, അവർക്ക് വേണ്ട ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുക. അതോറിറ്റി ഡെലിഗേഷനും അതുപോലെ അക്കൗണ്ടബിലിറ്റി ഇമ്പോസിഷനും ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം. ഏതൊക്കെ അതോറിറ്റിയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. അതുപോലെ ബാലൻസ്ഡും ഇൻറ്റിഗ്രേറ്റഡും ആയിരിക്കണം. ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റണം. അതുപോലെ ഓരോ ആക്ടിവിറ്റീസും അക്കൗണ്ടബിലിറ്റിയുടെയൊക്കെ ഓരോ ആക്ടിവിറ്റീസും ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ മസ്റ്റ് ബി ഡൺ അക്കോർഡിംഗ് ടു സൈസ്, റേഞ്ച് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ഓർഗനൈസേഷണൽ ടാസ്ക്. അതായത് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ നടത്തുക. ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ സൈസിനനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ റേഞ്ചിനനുസരിച്ചോ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ടാസ്കിനൊക്കെ അനുസരിച്ച്, ടാസ്കിൻ്റെ സൈസും റേഞ്ചും കോംപ്ലക്സിറ്റിക്കൊക്കെ അനുസരിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ നടത്തുക. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തരംതിരിക്കുക. അതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ കോർഡിനേഷൻ എഫക്റ്റീവായിട്ട് സക്സസ് ആക്കാൻ പറ്റും. സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് അപ്രോപ്രിയേറ്റ് ആൻഡ് സ്യൂട്ടബിൾ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, മെത്തേഡ്സ് ആൻഡ് ഷെഡ്യൂൾസ് ആർ ടു ബി ഫോർമുലേറ്റഡ്. അതായത് ഒരു ഓർഗനൈസേഷന് ആവശ്യമുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ്, അവർ ഏതൊക്കെ പോളിസീസാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യണം, അവർക്ക് എന്തൊക്കെയാണ് റൂൾസ് ഉള്ളത്, എന്തൊക്കെ നിയമവശങ്ങൾ അവർക്കുണ്ട്, അതുപോലെ മെത്തേഡ്സുകൾ എന്തൊക്കെ അഡോപ്റ്റ് ചെയ്താലാണ് ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക, അതുപോലെ എന്തൊക്കെ ഷെഡ്യൂൾസാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഷെഡ്യൂൾസ് ചെയ്യണം, ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്യലാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. കോർഡിനേഷൻ എഫക്റ്റീവ് ആവാൻ വേണ്ടി മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്സാണ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, മെത്തേഡ്സ് ആൻഡ് ഷെഡ്യൂൾസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുക. അതായത് അത് ഡെവലപ്പ് ചെയ്യുക. അതായത് അത് എന്താണെന്നുള്ള വെച്ചാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യൽ, ഫോർമുലേറ്റ് ചെയ്യൽ, ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. തേർഡ് ചെയ്യേണ്ടത്. നാലാമത്തെയാണ് എ ഡൈനാമിക് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ഷുഡ് ബി ഡെവലപ്ഡ്. ഒരു ഡൈനാമിക് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിന് ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ്, അതുപോലെ പ്രോബ്ലംസ് ഒക്കെ എന്തൊക്കെയാണുള്ളത്, കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനുള്ള ഒരു സൊല്യൂഷൻസ്, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടും ഒരു ഡൈനാമിക് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ അവർ അതായത് നമുക്കൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിലെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യലാണ് ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആർ ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. കോർഡിനേഷൻ എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തായാലും എന്ത് വേണം, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അങ്ങനെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആ ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യലാണ് ഫിഫ്ത്ത് സ്റ്റേജിൽ പറയുന്നത്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആർ ടു ബി ഡെവലപ്ഡ്. സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുക ഗുഡ് സിസ്റ്റം ഓഫ് റിപ്പോർട്ടിംഗ് ഈസ് ടു ബി ഇൻസ്റ്റാൾഡ്. അതായത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഗുഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓരോ എംപ്ലോയീസിനും അവരുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിനുള്ള എന്ത് സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് വെച്ചാൽ അതാണ് സിക്സ്ത് സ്റ്റേജിൽ പറയുന്നത്. സെവൻത്ത് വൺ എ പ്രോപ്പർ കോമ്പൻസേഷൻ സിസ്റ്റം ഈസ് ഡെവലപ്ഡ്. അതായത് എംപ്ലോയീസിന് കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഉണ്ടായിരിക്കും, അവർക്ക് റെമ്യൂണറേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ബോണസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കോമ്പൻസേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് അവർക്ക് എത്രത്തോളം അവർക്ക് അർഹമായിട്ടുള്ള കോമ്പൻസേഷൻ
കൊടുക്കുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യലാണ് 7th വൺ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവർ വർക്കുകൾ ചെയ്യുക, അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇഫക്റ്റീവായിട്ടുള്ള കോർഡിനേഷൻ അച്ചീവ് ചെയ്യാനും പറ്റും. 8th വൺ എന്ന് പറയുന്നത് സ്റ്റാഫ് ഗ്രൂപ്പ്സ്, ടാസ്ക് ഫോഴ്സസ്, കമ്മിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽ കോർഡിനേഷൻ വെയർ എവർ അപ്രോപ്രിയേറ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്. അതായത് എവിടെയൊക്കെ ആവശ്യമുണ്ടോ സ്റ്റാഫ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ടാസ്ക് ഫോഴ്സസോ കമ്മിറ്റീസോ ഇൻഡിവിജ്വൽ കോർഡിനേഷനൊക്കെ എവിടെയൊക്കെ ആവശ്യമുണ്ട് അവിടെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ് 8ാമതായിട്ട് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാഫുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതുപോലെ ടാസ്കൊക്കെ ഏതൊക്കെ ടാസ്കുകൾ ആ ഗ്രൂപ്പ് പെർഫോം ചെയ്യണം, കമ്മിറ്റി എന്തിനെങ്കിലും രൂപീകരിക്കണമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വൽ കോർഡിനേഷൻസ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ് 8th സ്റ്റേജിൽ പറയുന്നത്. 9th വൺ എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ് ആർ എൻകറേജ്ഡ് ഓൺ എ ഫോർമൽ ബേസിസ്. 9th പറയുന്നതാണ് ഒരു ഫോർമൽ ബേസിസിൽ തന്നെ. ഫോർമൽ ബേസിസിൽ എംപ്ലോയീസിൻ്റെ കമ്മ്യൂണിക്കേഷൻ, എംപ്ലോയീസ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷനും അതുപോലെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യലാണ് നെക്സ്റ്റ് വരുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് പ്രോസസ്സാണ് മാനേജേഴ്സ് ആർ ഗിവൺ ട്രെയിനിങ് ടു ഡെവലപ്പ് ലീഡർഷിപ്പ് സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ. ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷൻ അതുപോലെ കോർഡിനേഷനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിന് ട്രെയിനിങ് കൊടുക്കലാണ് കോർഡിനേഷൻ്റെ ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ആക്ഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ വേരിയസ് റിസോഴ്സസ് ഉണ്ടായിരിക്കും, അവിടെ ടെക്നിക്സ് ഉണ്ടായിരിക്കും, അതുപോലെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. ആ യൂണിറ്റി ഓഫ് ഇൻ ആക്ഷനിലൂടെയാണ് പ്രോപ്പറായിട്ട് കോർഡിനേഷൻ നടക്കാൻ പറ്റുള്ളൂ. കാരണം ഒരേപോലെ രീതിയിൽ ഓരോരുത്തരും പ്രവർത്തിക്കുകയാണെങ്കിൽ കോർഡിനേഷൻ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിൽ ഒന്നാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് എക്കണോമി. Coordination brings efficiency because it is an effort of all organizational members. It also helps to maintain good relation among all levels of management. കോർഡിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എഫിഷ്യൻസി ബ്രിങ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസി കൂട്ടുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ ഓർഗനൈസേഷനും മെമ്പേഴ്സിൻ്റെ എഫേർട്ടുകൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇതുകൂടെ തന്നെ അവർക്കൊരു ഗുഡ് റിലേഷൻ, എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും ഒരു ഗുഡ് റിലേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. ഓരോ എംപ്ലോയീസിൻ്റെയും ഡെവലപ്മെൻറ്റ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ ഇൻഫോർമേഷൻസും അവർക്ക് അവൈലബിൾ ആണ്, അറിയാൻ പറ്റും. അപ്പോൾ അവരുടെ ജോബിനെ കുറിച്ച്, അതുപോലെ ജോബ് ഹോൾഡറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ്, അവർക്ക് എത്രത്തോളം പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ട് അതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. അതിലൂടെ തന്നെ ഇംപ്രൂവ് കോർഡിനേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഫോർത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് സ്പെഷ്യലൈസേഷൻ. ഇഫ് കോർഡിനേഷൻ ഈസ് ആബ്സെൻറ്റ് ഇൻ ദി ഓർഗനൈസേഷൻ ദെൻ ദി ആക്ടിവിറ്റീസ് ക്യാൻ ബി മൂവ്ഡ് ഇൻ സ്പെഷ്യലൈസ്ഡ് ഏരിയ. കോർഡിനേഷൻ ഒരു ഓർഗനൈസേഷനിൽ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ആക്ടിവിറ്റീസ് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിലേക്കാണ് മാറുക. ആക്ടിവിറ്റീസ് സ്പെഷ്യലൈസ്ഡ് ഏരിയയ്ക്ക് മൂവ് ചെയ്യില്ല. അപ്പോൾ ദെർഫോർ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്പെഷ്യലൈസേഷൻ. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ സ്പെഷ്യലൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് സർവൈവൽ ഓഫ് ദി ഓർഗനൈസേഷൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോർഡിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ടു ഹാർമോണൈസ് ദി വർക്ക് റിസോഴ്സസ് ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റീസ്. When these activities are not harmonized, the organization cannot achieve the goal and it can survive in the society. ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് ഒന്നും ഹാർമോണൈസ്ഡ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലൂടെ തന്നെ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോർഡിനേഷൻ കാരണം ഒരു ഓർഗനൈസേഷൻ്റെ സർവൈവലൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കോർഡിനേഷൻ ഓഫ് എംപ്ലോയീസിൽ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ടാസ്ക് പോലെ അവൈലബിൾ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കോർഡിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് വരുന്നതാണ് ബേസിസ് ഓഫ് മാനേജീരിയൽ ഫങ്ഷൻ. All managerial functions such as planning, organizing, directing, controlling, etc. can be conducted effectively without coordination. ഓർഗനൈസേഷൻ മാനേജീരിയൽ ഫങ്ഷൻസ് ആയ പ്ലാനിങ്, അതുപോലെ ഓർഗനൈസിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്, ഇതൊന്നും കോർഡിനേഷൻ ഇല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കോർഡിനേഷനിലൂടെ മാത്രമേ മാനേജീരിയൽ ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മാനേജീരിയൽ ഫങ്ഷൻ്റെ ഒരു ബേസിസ് ആണ്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ പെർസെപ്ഷൻ. ഓരോ വ്യക്തിയുടെയും ഓരോ പീപ്പിൾസിൻ്റെയും പെർസെപ്ഷൻ, അവർ തിങ്ക് ചെയ്യുന്ന വഴി എന്ന് പറയുന്നത്, വേ ഓഫ് തിങ്കിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോർഡിനേഷനിലൂടെ അവർക്ക് ഒരേപോലെ ചിന്തിക്കാനും അവരുടെ എഫേർട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ. എന്തൊക്കെ ടെക്നിക്സ് ആണ് ഇഫക്റ്റീവ് കോർഡിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് പറയുന്നതാണ് സൗണ്ട് പ്ലാനിങ്. ഒരു സൗണ്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കോർഡിനേഷൻ നടത്തും. കോർഡിനേഷൻ ഫെസിലിറ്റേറ്റ് സൗണ്ട് പ്ലാനിങ് ഇൻ ദി ഓർഗനൈസേഷൻ. കോർഡിനേഷനാണ് ഒരു ഓർഗനൈസേഷൻ്റെ സൗണ്ട് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് അവരുടെ പ്ലാന്, പോളിസീസ്, പ്രോഗ്രാംസ് ഒക്കെ നടത്തണമെങ്കിൽ ഒരു ആക്ടിവിറ്റീസിൻ്റെയും അതുപോലെ ഇൻഡിവിജ്വൽസിൻ്റെ ഒക്കെ ഒരു കോർഡിനേഷൻ വേണം. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സും റൂൾസൊക്കെ ഒരു ഓപ്പറേഷൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസിന് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് സൗണ്ട് പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. രണ്ടാമത് പറയുന്നതാണ് വെൽ ഡിഫൈൻഡ് ഗോൾസ്. ഫസ്റ്റ് മീൻസ് ഓർ ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ ആർ വെൽ ഡിഫൈൻഡ് ഗോൾസ്. അതായത് ഇതിൽ പറയുന്നതാണ് ഒരു ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ഗോൾസ് എങ്ങനെയാണ്, ആ ഗോൾസ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഓരോ ഇൻഡിവിജ്വൽസിനും അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം, അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം ഓവറോൾ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഗോൾസ് ഒന്നും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എഫക്റ്റീവായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. തേർഡ് വരുന്നതാണ് സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. Coordination is the soul of management. Coordination is not possible without a sound organization structure. ഒരു സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ പോസിബിൾ ആവില്ല. ഒരു ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ പോസിബിൾ ആവില്ല. അപ്പോൾ അതോറിറ്റി, അതുപോലെ റെസ്പോൺസിബിലിറ്റി ഫോർ ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ആൻഡ് എംപ്ലോയി ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. ഓരോരുത്തർക്കുള്ള അതോറിറ്റി, അധികാരം എന്താണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അത് പ്രോപ്പറായിട്ടും അതുപോലെ ക്ലിയർ ആയിട്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ എഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വരുന്നൊരു ടെക്നിക്കാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കോർഡിനേഷൻ ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് എമംഗ് പേഴ്സൺ. നമുക്കറിയാം കോർഡിനേഷനിലൂടെ പേഴ്സൺസ് ഒരു തമ്മിലുള്ള ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കോർഡിനേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരിക്കണം. പ്രോപ്പർ കോർഡിനേഷൻ മേ നോട്ട് ബി സക്സസ്ഫുൾ വിത്തൗട്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പ്രോപ്പർ കോർഡിനേഷൻ നടക്കില്ല. അപ്പോൾ ഐഡിയാസും അതുപോലെ ഒപ്പീനിയൻസും ഫ്രീ ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ഓൺലി ത്രൂ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് എവൻ ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡ് ഹിസ് ഓർ ഹെർ ലിമിറ്റേഷൻസ്, പൊസിഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ അവരുടെ പൊസിഷൻ എന്താണ്, അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവരുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ് കോർഡിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രോപ്പർ ലീഡർഷിപ്പ്. ഒരു പ്രോപ്പർ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സബോർഡിനേറ്റ്സിനെ എഫിഷ്യൻ്റ്ലിയും അതുപോലെ കേപ്പബിളി ആക്കിയിട്ട് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കൊരു എപ്പോഴും ഒരു ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കോർഡിനേഷൻ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എ ഗുഡ് മാനേജീരിയൽ ലീഡർ യൂസസ് ദി മോട്ടിവേഷണൽ ടൂൾസ് ടു coordinate the employees with the effective communication system. In short, coordination is made possible through proper leadership. Coordination, proper leadership ഉണ്ടെങ്കിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് പ്രോപ്പർ സൂപ്പർവിഷൻ. അതായത് സൂപ്പർവിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബോർഡിനേറ്റ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ നോക്കിക്കാണണം, മുൻകൂർ അതെങ്ങനെയൊക്കെ ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ കാണുകയാണ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് എംപ്ലോയീസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ പറ്റില്ല. പ്രോപ്പർ സൂപ്പർവിഷൻ എപ്പോഴും എഫക്റ്റീവ് കോർഡിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ബെറ്റർ പ്ലാൻസ് ആൻഡ് പോളിസീസ്. നല്ല പോളിസീസും പ്ലാൻസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കോർഡിനേഷൻ ഈസ് മെയ്ഡ് അക്കോർഡിംഗ് ടു പ്ലാൻസ് ആൻഡ് പോളിസീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പ്ലാൻസിനും അതുപോലെ പോളിസീസിനും അനുസരിച്ചിട്ടാണ് കോർഡിനേഷൻ
എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നടത്തുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്ലാൻസും പോളിസീസൊക്കെ ബെറ്റർ അല്ലെങ്കിൽ, നല്ലതല്ലെങ്കിൽ കോർഡിനേഷൻ ഇൻഎഫക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ്റെ പോലെ തന്നെ ഒരു വേർഡ് തന്നെയാണ്. ഇവിടെ എന്ന് പറയുന്നത് കോർഡിനേഷൻ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു എംപ്ലോയീസ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. ദേ ആർ നോട്ട് കോപ്പറേറ്റീവ്. കോർഡിനേഷൻ മെ നോട്ട് മെയ്ഡ് ബി ഈസി. കോപ്പറേഷൻ ഇല്ലെങ്കിൽ അവിടെ കോർഡിനേഷൻ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കോപ്പറേഷൻ, അവർ തമ്മിലൊരു സഹകരണത്തോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ കോർഡിനേഷൻ എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് സ്റ്റാഫ് മീറ്റിംഗ്സ് ഓർ കോൺഫറൻസസ്. സ്റ്റാഫ് മീറ്റിങ്ങും കോൺഫറൻസസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ, സ്റ്റാഫ് മീറ്റിങ്ങും കോൺഫറൻസൊക്കെ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ എംപ്ലോയീസിനും അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തുറന്നു കൊടുക്കുകയാണ്. ആ പ്ലാറ്റ്ഫോമിൽ അവരുടെ പ്രോബ്ലംസൊക്കെ, എന്തൊക്കെ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതൊക്കെ മനസ്സിലാക്കാനും അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനും ഈ സ്റ്റാഫ് മീറ്റിങ്സും കോൺഫറൻസൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു കോർഡിനേഷൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഗ്രൂപ്പ് ഡിസിഷൻ. ഒറ്റ ഡിസിഷൻ, ഒരാൾ ഇൻഡിവിജ്വലായിട്ട് ഡിസിഷനേക്കാളും എഫക്റ്റീവാണ് ഗ്രൂപ്പ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ ഐഡിയാസും ഫീലിങ്സൊക്കെ മിക്സഡ് ആയിരിക്കും. അപ്പോൾ ഡിസിഷനും അതുപോലെ കോർഡിനേഷനും സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഡിസിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഫോർമേഷൻ ഓഫ് കമ്മിറ്റീസ്. കമ്മിറ്റീസ് രൂപീകരിക്കുക. കമ്മിറ്റീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഗ്രൂപ്പായിട്ട് അവരുടെ ഫങ്ഷൻസ്, ഒരു ഗ്രൂപ്പിൽ കളക്റ്റീവായിട്ട് ഫങ്ഷൻസൊക്കെ നടത്തുന്നതിനാണ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മിറ്റിയുടെ ഡിസിഷൻസൊക്കെ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അവരുടെ ഐഡിയാസും അവരുടെ ഫീലിങ്സും അവരുടെ ഒപ്പീനിയൻസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും പരസ്പരം കൈമാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു കമ്മിറ്റി ഫോർമേഷനിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ലാസ്റ്റ് ടെക്നിക്കാണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരെന്താണോ ചെയ്യുക അവർക്ക് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യമാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. ദാറ്റ് ഇൻസെൻറ്റീവ് റിഫർ ടു സംതിങ് ദാറ്റ് എൻകറേജ് സം വൺ ടു ഡു സംതിങ്. ഒരാൾക്കാരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നതാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ക്യാഷായിട്ട് കൊടുക്കാം. ചിലപ്പോൾ അവരൊരു വർക്ക് ചെയ്യാൻ വേണ്ടി വർക്ക് അധികം ചെയ്തതിന് അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കാം, ക്യാഷായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റായിട്ട്, അങ്ങനെയൊക്കെ ഇൻസെൻറ്റീവ്സ് കൊടുക്കാം. ഇത് എംപ്ലോയീസിൻ്റെ കോർഡിനേഷനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷനും കോപ്പറേഷനും. കോപ്പറേഷൻ ഈസ് അനദർ ടേം ആൻഡ് ഹാസ് എ ഡിഫറെൻറ്റ് മീനിങ് കമ്പയർഡ് വിത്ത് കോർഡിനേഷൻ. കോർഡിനേഷനെ സംബന്ധിച്ച് കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് മീനിങ് ആണ്. കോപ്പറേഷൻ റിഫേഴ്സ് ടു ദി collective efforts of people who associate voluntarily to achieve specified objectives. അവർ സ്വമേധയായിട്ട് ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് എഫേർട്സ് ഉണ്ടാക്കുന്നതിനാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം, കോർഡിനേഷനും അതുപോലെ കോപ്പറേഷനും. ഫസ്റ്റ് ഡിഫറൻസ് ആണ് കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ആൻഡ് കോൺഷ്യസ് എഫേർട്ട് ടു ബ്രിങ് ടുഗെദർ ദി ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഒന്നിച്ച് ചെയ്യുന്നതിനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ കോപ്പറേഷൻ എന്ന് പറയുകയാണെങ്കിൽ കോപ്പറേഷൻ റിഫേഴ്സ് ടു ദി കളക്റ്റീവ് എഫേർട്സ് ഓഫ് പീപ്പിൾ ഹു അസോസിയേറ്റ് വോളണ്ടറിലി ടു അച്ചീവ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ്സ്, ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്വമേധയായിട്ട് അവരുടെ എഫേർട്സൊക്കെ കളക്ട് ചെയ്യുക, പീപ്പിൾസിൻ്റെ എഫേർട്സൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ കോർഡിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽസ് അവരുടെ ആക്ടിവിറ്റീസൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുക, അവരുടെ എഫേർട്സൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുക. അത് വോളണ്ടറിലി ആവണമെന്നില്ല. പക്ഷേ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആയിരിക്കും. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് അസോസിയേഷൻ. അതായത് കോർഡിനേഷൻ ഒരു കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് അസോസിയേഷൻ ആണ്. കോൺഷ്യസ് എന്ന് പറയുന്നത് അതായത് ഇവർ കോൺഷ്യസ് ഡെലിബറേറ്റ് അസോസിയേഷൻ അവർ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് കോർഡിനേഷനിൽ ചെയ്യുന്നത്. അവരെപ്പോഴും എപ്പോഴും ശ്രദ്ധിച്ച്
ഇട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും, ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കാര്യമായിരിക്കും കോർഡിനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ കോപ്പറേഷൻ എന്ന് പറയുന്നത് വോളണ്ടറി അസോസിയേഷനാണ്. അവർ സ്വമേധയാ, ആരുടെ നിർബന്ധ പ്രകാരമല്ല, അവർ സ്വമേധയായിട്ട് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഡിഫറൻസ് ആണ് കോർഡിനേഷനിൽ ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻ. ഇത് ഫോർമലിലൂടെയും അതുപോലെ ഇൻഫോർമൽ റിലേഷനിലൂടെയാണ് കോർഡിനേഷൻ അക്കംപ്ലിഷ് ചെയ്യുന്നത്. കാരണം ഇവിടെ സൂപ്പർവിഷൻ നടത്തും, ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ ഒരു ഫോർമൽ വേയിലായിരിക്കും. അതുപോലെ ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ കോർഡിനേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ കോപ്പറേഷനിൽ എന്ന് പറയുന്നത് ഇറ്റ് ഒറിജിനേറ്റ്സ് ഔട്ട് ഓഫ് ഇൻഫോർമൽ റിലേഷൻസ്. കാരണം അവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർ സ്വമേധയായിട്ട് അവർ ഇൻഫോർമൽ റിലേഷൻസിലൂടെ ആയിരിക്കും അത് അക്കംപ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോർഡിനേഷൻ ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഓഫ് കോർഡിനേഷൻ സഫിഷ്യൻ്റ് അല്ല. പക്ഷേ കോപ്പറേഷൻ എന്ന് പറയുന്നത് നെസസറി ആണ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നതാണ് കോർഡിനേഷൻ കാനോട്ട് ഗ്യാരണ്ടി കോപ്പറേഷൻ. കോപ്പറേഷന് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പക്ഷേ കോപ്പറേഷൻ എന്ന് പറയുന്നത് കോർഡിനേഷനെ ഫെസിലിറ്റി ചെയ്യുന്നുണ്ട്. കോപ്പറേഷൻ ഉണ്ടെങ്കിൽ കോർഡിനേഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡയറക്ഷൻ ആൻഡ് കോർഡിനേഷൻ എന്നൊരു ചാപ്റ്ററിൽ ഡയറക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ, സൂപ്പർവിഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ, കോർഡിനേഷൻ, principles of effective coordination process, importance of coordination, techniques of coordination.